കൊട്ടിയൂർ മാനന്തവാടി പാൽച്ചുരം പാതയിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് തടസ്സപ്പെട്ട ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചു. ഒരു ഭാഗത്തെ മണ്ണ് നീക്കി വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട്. സജോ ദേവസ്യ ചേരുന്നു കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി. സജോ, എന്താണ് പുതിയ വിവരങ്ങൾ? കണ്ണൂർ വയനാട് പാൽച്ചുരം പാതയിൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ വലിയ തോതിൽ ഒന്നാം വളവിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിരുന്നു. ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെടുന്ന നിലയായിരുന്നു. പിന്നീട് പുലർച്ചയോടുകൂടി വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടായി. അതിന് പിന്നാലെയാണ് ഒരു ഭാഗത്തു കൂടി വാഹനം കടത്തിവിടാൻ കഴിയും വിധം ഗതാഗതം ഇപ്പോൾ ഭാഗികമായി പുനഃസ്ഥാപിച്ചിട്ടുള്ളത്. അതേസമയം ഈ വഴി കടന്നു പോവുക എന്നത് ദുഷ്കരമാണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ സാധ്യമാകുന്ന വാഹനങ്ങളെല്ലാം നെടുമ്പോയിൽ പേരിയ ചുരം പാത വഴി കടന്നു പോകണം എന്ന നിർദ്ദേശമാണ് അധികൃതർ നൽകുന്നത്. കാരണം ഇതുവഴിയുള്ള ഗതാഗതം വലിയ തോതിൽ ഭാഗികമായി, അതായത് അതുവഴിയുള്ള അത്യാവശ്യ സർവീസുകൾ സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പുലർച്ചയോടുകൂടി ഒരു ഭാഗത്തു കൂടിയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കാനായിട്ടുള്ളത്. രാത്രിയിൽ ഇതുവഴിയുള്ള ഗതാഗതം ഏതാണ്ട് പൂർണ്ണമായി തന്നെ തടസ്സപ്പെട്ടിരുന്നു. എന്ന് മാത്രമല്ല, ഈ മണ്ണിടിഞ്ഞ സ്ഥലത്ത് കൂടുതൽ അപകടകരമായ സാഹചര്യമുണ്ട്. കൂടുതൽ മണ്ണിടിച്ചിലിനുള്ള സാധ്യത വിലയിരുത്തപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അതുവഴിയുള്ള അത്യാവശ്യ വാഹനങ്ങൾ കടത്തിവിടുക എന്നൊരു തീരുമാനമാണ് ഇപ്പോൾ അധികൃതർ എടുത്തിരിക്കുന്നത്. പക്ഷേ ആശ്വാസകരമായ കാര്യം, അതുവഴി വാഹനങ്ങൾ കടന്നു പോകാവുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷെ കൂടുതൽ മണ്ണിടിച്ചിൽ പരിഗണിച്ചാണ് നെടുമ്പോയിൽ പാത വഴി വാഹനങ്ങൾ കടത്തിവിടാനുള്ള ഒരു തീരുമാനം ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കണ്ണൂർ പ്രാപ്പിൽ രേറോം പാതയിലും മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. പാതയുടെ സംരക്ഷണ ഭിത്തി ഒരു ഭാഗത്ത് ഇടിഞ്ഞിട്ടുണ്ട്. ഈ ഭാഗത്ത് റോഡ് അപകടാവസ്ഥയിലാണ്. അതുവഴി പക്ഷേ ഒരു ഭാഗത്തുകൂടി വാഹനങ്ങൾ ഇപ്പോൾ കടത്തിവിടുന്നുണ്ട്. ഇന്നലെ രാത്രിയിലാണ് പ്രാപ്പോയിൽ, അതായത് ചെറുപുഴയിൽ നിന്ന് പ്രാപ്പോയിൽ റേറോം പോകുന്ന പ്രധാനപ്പെട്ട ഒരു പാതയാണ് മണ്ണിടിച്ചിൽ ഉണ്ടായത്. ശരി സജോ, കണ്ണൂരിൽ നിന്നാണ് സജോ ദേവസ്യ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.